ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചട്നിയാണ്. നിങ്ങൾ ഇറച്ചിയും മീനും ഒക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചട്നിയാണ് നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ചോറിൻ്റെ കൂട്ടത്തിലും ദോശയുടെ കൂട്ടത്തിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നി. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തുവാ? വെളുത്തുള്ളി ഒരു വലിയ അല്ലിയാണെങ്കിൽ ഒരു 3-4 പീസ്. പിന്നെ ചുമന്നുള്ളി ഒരു 8 എണ്ണം ചുമന്നുള്ളി. പിന്നെ വേണ്ടത് വറ്റൽമുളക് അവരവരുടെ എരിവിനനുസരിച്ചാണ്. ഒത്തിരി എരിവ് വേണ്ടവർക്ക് അതനുസരിച്ച് വെക്കുക, അല്ലെങ്കിൽ 3-4 എണ്ണം. പിന്നെ ഒരു ചെറിയ തക്കാളി, പഴുത്ത തക്കാളി. പിന്നെ വേണ്ട ഉപ്പും ഇട്ട് ഇത് നമ്മൾ ആദ്യം ഈ ചുമന്നുള്ളിയും ഈ വെളുത്തുള്ളിയും കൂടി എണ്ണയിലിട്ട് വറുത്ത് കോരണം. നന്നായിട്ട് വഴറ്റി അത് നല്ല അതിൻ്റെ പച്ചമണ്ണമൊക്കെ മാറുന്ന പോലെ വറക്കണം. എണ്ണയ്ക്കകത്തിട്ട് നല്ല മൂപ്പിച്ച് കോരിയെടുക്കണം. എൻ്റെ കൈസ് ഇങ്ങനെയാണ് നമ്മൾ വറക്കുന്നത്, കണ്ടില്ലേ? ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ വറുത്ത് അത് കോരിയെടുക്കണം. കണ്ടില്ലേ? ഇതുപോലെ ഈ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റുന്നു. നമ്മൾ വറുത്ത് കോരി നല്ല എടുത്ത് മാറ്റി വെക്കുന്നു. ഇനി നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ആയ തക്കാളി, വറ്റൽ ഒക്കെ നമ്മളിടുന്നു. ഫസ്റ്റ് വറ്റലാണ് എടുത്തിട്ടത്. അത് അവിടെ കുക്കാവുന്നു. ഓക്കെ, മൂത്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ അതും വറുത്ത് കോരി എടുക്കുന്നു. വേണ്ടില്ലേ? ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആദ്യം വറക്കുന്നു. തക്കാളി ഇടുമ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിൻ്റെ കൂടെ ഇടണം. അപ്പോൾ തക്കാളി വേഗം വഴണ്ട് വരും. വെളിച്ചെണ്ണയാണ് ഇത്. വെളിച്ചെണ്ണയ്ക്കകത്ത് തക്കാളി വേണ്ടെന്നുള്ളവർക്ക് പുളി, വാളംപുളിയില്ലേ, അത് ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കുക. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാനിവിടെ വാളംപുളിയല്ല, തക്കാളി ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളി എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഇത് വഴങ്ങിയതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ്. തക്കാളി നന്നായിട്ട് വഴറ്റി ആ എണ്ണ അത് ശകലം 2 സ്പൂൺ എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ, വെളിച്ചെണ്ണ. അതിൽ ഇതെല്ലാം മൂപ്പിച്ചെടുത്തതിന് ശേഷം തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുത്തു. അപ്പോൾ ഇതും കൂടി ഇതിൻ്റെ അകത്തിട്ടിട്ട് വഴറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ടിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മാറ്റണം. മിക്സി ജാറിലോട്ട് ഇച്ചിരി ചൂടാറിയതിന് ശേഷം ഇടണേ. മിക്സി ചൂടാകുകയല്ലേ, അതുകൊണ്ട് മിക്സി ചൂടാറിയ ശേഷം നമ്മൾ ഇട്ട് കൊടുത്തു അല്ലേ? ഇതെല്ലാം മിക്സി ജാറിൻ്റെ അകത്തോട്ടൊന്ന് ഇട്ടിട്ട് ഇത് ചെറിയ മിക്സിയുടെ ജാറാണ്, ബുള്ളറ്റ് ജാറില്ലേ, അത് പെട്ടെന്ന് അരിയും. ചെറിയ സാധനമാണേലും ഇച്ചിരി ഇൻഗ്രീഡിയൻസേ ഉള്ളതിലും പെട്ടെന്ന് അരിയും, അരച്ച് കിട്ടും.
നന്നായിട്ടൊന്ന് അരച്ച് ഇതുപോലെ അരഞ്ഞാൽ മതി മുളക്. ഇതെല്ലാം കൂടെ ഒന്നിച്ചിടുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. കാണാൻ പറ്റുന്നുണ്ട്. അതല്ലേ നല്ല സ്വാദിഷ്ടമായ ഇത് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പിന്നെ തൊട്ട് കഴിക്കാനായിട്ട് പറ്റും. ചോറിനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് പറയുക. ഓക്കെ, താങ്ക് യു.